കാശ്മീരിൽ പോയപ്പോൾ എന്നോടൊരു തോട്ടക്കാരൻ, ഒരു ആപ്പിൾ വിളവെടുക്കുന്ന, ആപ്പിളിൻ്റെ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ, അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പോയപ്പോൾ നിറയെ ആപ്പിളുകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് വല്ലാതെ സങ്കടപ്പെട്ട് പറഞ്ഞു, ഈ വർഷം വല്ലാത്ത മഴയാണ് പെയ്തത്, നിരന്തരം ആപ്പിളുകൾ നിലത്തേക്ക് വീണ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെയായി. കാരണം നിലത്ത് വീണ ആപ്പിളുകൾ മാർക്കറ്റിലേക്ക് അയക്കാൻ പറ്റില്ല, സ്വന്തമായി ഉപയോഗിക്കാമെന്നല്ലാതെ. അതുകൊണ്ട് ഒരുപാട് നഷ്ടം സംഭവിച്ചു. കഴിഞ്ഞ വർഷത്തിലേക്കാറ് ഏറെ സാധാരണ പൊതുവെ നിലത്ത് വീഴാറുണ്ട്, പക്ഷേ ഈ വർഷം മഴയും കാറ്റും വന്ന് നിലത്ത് വീഴുന്ന ആപ്പിളുകൾ വളരെ അധികമായിരുന്നു. അതുകൊണ്ട് വളരെ നഷ്ടം സംഭവിച്ചു. അതിന് പുറമെ ഈ മഴയിൽ ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്കുള്ള പാതകൾ പലയിടത്തും ഒലിച്ചുപോയി. കുറേ ദിവസങ്ങളിൽ ഈ പാതകൾ അടച്ചിടുകയാണ് ചെയ്തത്. ആപ്പിളുകൾ പറിച്ച് അത് കൊട്ടയിലാക്കി കണ്ടെയ്നറിലേക്ക് അയച്ച് അത് ലക്ഷ്യസ്ഥാനത്തെത്തി അതിൻ്റെ അവരുടെ ശ്രമത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കാത്തിരിക്കുന്ന കർഷകർക്ക് ഈ മഴയും കാറ്റുമൊക്കെ ഒരു വലിയ അടിയായിരുന്നു. കാരണം ഈ പാതകൾ അടച്ചതോടുകൂടെ കണ്ടെയ്നറുകൾ അങ്ങോട്ട് പോകാതെയായി, ആപ്പിളുകൾ ചീഞ്ഞു തുടങ്ങി. അങ്ങനെ അത് വഴിയരികിൽ ഉപേക്ഷിച്ച് വരുന്ന അവസരമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യര് അവരുടെ ഒരു വർഷത്തെ അധ്വാനം ഇല്ല, വിഫലമായൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഞാൻ അവരെ ഒന്ന് സഹായിച്ചു. എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു പെട്ടിയെങ്കിലും വാങ്ങിയിട്ട് ഒന്ന് നമ്മുടെ സന്തോഷം, നമുക്കത്രയല്ലേ സാധിക്കുള്ളൂ, അങ്ങനെ കരുതി. എന്നാൽ എനിക്കൊരു ബോക്സ് നിങ്ങൾ തരീന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നു. പണം കൊടുക്കാൻ നേരത്ത് പറഞ്ഞു, പണം വാങ്ങില്ല, നിങ്ങൾ എൻ്റെ അതിഥികളാണ്, അതിഥികളിൽ നിന്ന് ആരെങ്കിലും പണം ഈടാക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വല്ലാതെ, എനിക്ക് ഒരു സന്തോഷവും എന്നാൽ സങ്കടവും ചേർന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ഇത്രമേൽ നഷ്ടം സഹിച്ചൊരു മനുഷ്യന് നമ്മളിൽ നിന്ന് പണം വാങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിൻ്റെ ഹൃദയ വിശാലത.